ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ ആ പഴയ പോലുള്ള ആ പവറൊന്നുമില്ലേ? പറയുന്നത് ഇന്നത്തെ പോർച്ചുഗലിൻ്റെ ഓപ്പോസിറ്റ് ടീമിൻ്റെ പരിശീലകനാണ്, ഡെൻമാർക്കിൻ്റെ. ഇന്ന് പോർച്ചുഗലും ഡെൻമാർക്കും മത്സരമുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 മത്സരം ഡെൻമാർക്കിൽ വെച്ച് നടക്കുന്നത് യുവേഫ നാഷൻസ് ലീഗിൽ. റൊണാൾഡോയെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഏജിലുള്ള പെർഫോമൻസ് അൽ നസറിലും പോർച്ചുഗലിനൊക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ തന്നെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രമാണ് ആ ഒരു മത്സരത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ബിഗ് ഗെയിമാണ്. ഡെൻമാർക്ക് അറിയുമ്പോൾ അത്യാവശ്യം നല്ല ടീമാണ്. ഇപ്പോൾ മത്സരത്തിന് മുന്നോടിയായിട്ട് ഡെൻമാർക്കിൻ്റെ പരിശീലകൻ പറഞ്ഞതാണ്, ക്രിസ്ത്യാനോക്ക് ഇപ്പോൾ പഴയ ലെവലൊന്നുമില്ല, പഴയ ഫോമൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് പോർച്ചുഗലിൻ്റെ പരിശീലകൻ മാർട്ടിനസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വാർത്തകളിൽ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പഴയ ലെവലൊന്നുമില്ല. യുണൈറ്റഡിലൊക്കെ അദ്ദേഹം വിന്നറായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്ട്രൈക്കറായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന. കഴിഞ്ഞ 21 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ 17 ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചു കൂട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹം ഇപ്പോഴും ആ പഴയ നിലവാരത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനൊരു മാറ്റവുമില്ല എന്ന് പോർച്ചുഗലിൻ്റെ പരിശീലകൻ പറയുകയാണ് റൊണാൾഡോയെ കുറിച്ചിട്ട്. ഏതായാലും അദ്ദേഹത്തിലുള്ള ക്വാളിറ്റി ഈ ഒരു ഏജിലും വ്യത്യസ്തമാണ്. ഈ ഒരു ഏജിലുള്ള അദ്ദേഹത്തിൻ്റെ ഏജിലുള്ള എത്ര ആൾക്കാർ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങി, അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. റൊണാൾഡോയുടെ ഏജിൽ എത്ര ആളുകൾ പടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച ആളുകൾ. അദ്ദേഹം ഇപ്പോഴും റെക്കോർഡുകൾ തേടിപ്പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം എന്ന റെക്കോർഡ് 1000 റെക്കോർഡിലേക്ക് അദ്ദേഹം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഡെൻമാർക്കിൻ്റെ പരിശീലകൻ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ പരിശീലകൻ കൊടുത്ത മറുപടിയാണ്, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും മികച്ച സ്ട്രൈക്കറാണ്, ടോപ്പ് സ്കോററാണ് എന്നുള്ളത്.